അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പൊന്നു കുസുമങ്ങളെ, ഇന്ന് നമുക്കൊരു കഥ പഠിക്കാം. ഉമ്മയെ അതിരറ്റ് സ്നേഹിച്ച ഒരു കുട്ടിയുടെ കഥ. ഉമ്മ പറഞ്ഞതെല്ലാം അനുസരിച്ച കുട്ടിയായിരുന്നു. പേര് യഹ്യ ഇബ്നു ഷറഫ് എന്നാണ്. ഉമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കുന്ന, കേൾക്കുന്ന കുട്ടിയായിരുന്നു. ഒരു ദിവസം ഉമ്മ ഉറങ്ങാൻ കിടന്ന സമയം യഹ്യ ഇബ്നു ഷറഫിനെ വിളിച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഈ മോനാണെങ്കിലോ പെട്ടെന്ന് പോയി ഉമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഉമ്മയുടെ അടുത്തെത്തുമ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. ഉമ്മയുടെ ഉറക്കിനെ ബുദ്ധിമുട്ടാക്കരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉമ്മയെ വിളിക്കാതെ ആ ഗ്ലാസ് വെള്ളം പിടിച്ച് അവിടെ തന്നെ നിന്നു. ഉമ്മ ഉറക്കിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്ത് മകൻ വെള്ളവുമായി ഇങ്ങനെ നിൽപ്പുണ്ട്. ഉമ്മ ചോദിച്ചു, അല്ല മോനെ, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ആ സമയത്ത് പൊന്നു മോൻ പറഞ്ഞു, അല്ല, നേരത്തല്ലേ ഉമ്മ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. ഉമ്മയെ വിളിക്കുന്നത് ഉമ്മയുടെ ഉറക്കിന് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാതെ ഇരുന്നു. അപ്പോഴേക്കും ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായി. ഉമ്മയെ അതിരറ്റ് സ്നേഹിക്കുകയും ഉമ്മയെ ബുദ്ധിമുട്ടിക്കാതെ ഉമ്മ പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന മകനായത് കൊണ്ട് തന്നെ ഉമ്മ ആ സന്തോഷത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു, എൻ്റെ യോമന മകനെ നീ ഉന്നതിയിലെത്തിക്കണേ എന്ന്. നമ്മൾ ഈ കാലങ്ങളിലെല്ലാം ആ ചെറിയ മകനായി ജീവിച്ച, പിന്നെ ഏറ്റവും വലിയ മഹാനായി മാറിയ യഹ്യ ഇബ്നു ഷറഫിനെ നമ്മൾ ഓർക്കുന്നത് വലിയ പേരിലാണ്. അൽ ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായിരുന്നു അത്. അപ്പോൾ മാതാപിതാക്കളുടെ ദുആ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിക്കണം. ഉമ്മ പറഞ്ഞത്, ഉപ്പ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത് നമ്മൾ കൃത്യമായി കേൾക്കണം.